ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശിനെ കാണിക്കുന്നത്. അപ്പോൾ പ്രകാശിനെ ഇങ്ങനെ വഴി കൂടി നടന്നുകൊണ്ട് വരുമ്പോഴാണ് വരുന്നു രാജപ്പണ്ണൻ. അപ്പോൾ രാജപ്പണ്ണൻ ഉണ്ടപ്പോൾ പ്രകാശ നീ എവിടെ പോകുന്നു എന്ന് ചോദിക്കുകയാണ്. അല്ല, ഒരുത്തൻ പരോളിന് ഇറങ്ങിയിട്ടുണ്ടല്ലോ വിക്രം, അതിനെക്കുറിച്ച് അറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അറിഞ്ഞു. എന്താ, നീ നിന്റെ മകനെ കാണാൻ പോവാണോ? നിന്റെ മകനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോവാണോ? അല്ല, നീ നിന്റെ മകനെ മനസ്സിലത്രയും കയറ്റി വെച്ചിട്ടുണ്ടെന്ന് വെച്ച ഒരാളാണല്ലോ, തലയെ കയറ്റി വെച്ചിട്ടുണ്ടെന്ന് വെച്ച ആള്. അതുകൊണ്ട് ചോദിച്ചാണ്. ഇല്ല രാജപ്പണ്ണ, ഞാൻ അവനെ കാണാൻ പോകുന്നത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയാണ്. അല്ലാതെ അവനോട് എനിക്ക് ഒരു തരി സ്നേഹം പോലും ഇല്ല രാജപ്പണ്ണ. ഹെടാ, അവനെ സ്നേഹിക്കാതിരുന്ന നിനക്ക് കൊള്ളാം. കാരണം അവൻ അത്രയ്ക്കും ദുഷ്ടതരങ്ങളാണ് എല്ലാവരോടും ചെയ്തു കൂട്ടിയിരിക്കുന്നത്. ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ. ഞാൻ എങ്ങനെ കഴിഞ്ഞവനാണ്. എനിക്ക് കുറേ പണം ഉണ്ടായിരുന്നു, എനിക്ക് ആ പണത്തോട് ഒത്ത് ജീവിച്ചാൽ മതിയായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല. മറ്റുള്ളവർക്ക് ദ്രോഹവും ചെയ്ത് പണങ്ങളെല്ലാം കുറേ ചിലവാക്കുകയും ചെയ്ത് എന്നിട്ട് എൻ്റെ ഗതി എന്തായി? ഇപ്പം അതോ ഗതിയായി പോയില്ലേ? അതേപോലെ തന്നെയായിരുന്നില്ല നീയ്. നിനക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്തില്ല. നീ കല്യാണിയെ തകർക്കാൻ വേണ്ടി മാത്രം ജീവിച്ചു. അതല്ലേ നിനക്ക് സംഭവിച്ചത്, ഇങ്ങനൊരു ഗതി വന്നത്. ഇപ്പോൾ പക്ഷേ എന്നോട് കല്യാണിയും കിരണൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലിക്ക് കയറി അവിടെ എന്തെങ്കിലും ഇഷ്ടമുള്ള ജോലി ചെയ്തോളാനായിട്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ പ്രകാശ, നീ എനിക്ക് തരാനുള്ള പൈസ ഇല്ലേ, അതും തന്നു. കുറച്ച് പൈസ എക്സ്ട്രയും കൂടി എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു. ഇനി എനിക്ക് അതിൻ്റെ പലിശ കൊണ്ട് ജീവിക്കാനായിട്ട് കഴിയും പ്രകാശ. എനിക്കപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ഒരു പേടിയില്ല പ്രകാശ. നീയും അതേപോലെ തന്നെ ആയിരിക്കണം. അതേ രാജപ്പണ്ണ, ഞാനും അതേപോലെ തന്നെയാണ്. എനിക്കിപ്പോൾ കല്യാണിയോട് ഒരു തരി വെറുപ്പ് പോലുമില്ല. അവളെൻ്റെ മാലാകയാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രകാശം പറയാണ്. പക്ഷേ രാജപ്പണ്ണ നേരത്തെ പറഞ്ഞില്ലേ, ഈ വിക്രം അവനെ ഞാൻ തലയിലെടുത്തുകൊണ്ട് നടത്തിയെന്ന്. അല്ല രാജപ്പണ്ണ, തലയിലല്ല, അവനതേ എൻ്റെ മനസ്സിലിട്ടുണ്ടെന്ന് ഞാൻ നടന്നത്. അവന് വേണ്ടി ഏത് കാര്യവും ഞാൻ ചെയ്യുമായിരുന്നു. അവന് വേണ്ടി ഏത് പ്രവൃത്തിയും, അവൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ അവൻ എന്നോട് ചെയ്തത് വലിയൊരു ദ്രോഹം തന്നെയാണ്. പ്രകാശ, നിനക്കിപ്പോൾ ഏതായാലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. തന്നെ മഹാഭാഗ്യമാണ് പ്രകാശ. ഇനി ഒരിക്കലും അവനെ കാണാൻ പോവുകയോ അവനോട് സംസാരിക്കുകയോ ചെയ്യരുത്. അവന് എപ്പോഴും കല്യാണിക്ക് ഭീഷണി തന്നെയായിരിക്കും. കല്യാണിയോടും കാർത്തികോടൊക്കെ ഇവന് ഭയങ്കര അറപ്പും വെറുപ്പൊക്കെയാണ്. അതുകൊണ്ട് അവൻ ഏത് പ്രവൃത്തിയും ചെയ്യാനായിട്ട് മടിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാം രാജപ്പണ്ണ, അവൻ കല്യാണിയോടും കിരണിനോടൊക്കെ ഭയങ്കര അരിശുവാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ഒരു ജീവിതം തന്നതാണ് എൻ്റെ മോള്. എനിക്ക് ആ മോളെ സംരക്ഷിച്ചാൽ മതിയാവുള്ളൂ. എനിക്ക് ഏതായാലും വിക്രമിനെ കാണണം. അവനെ കണ്ടിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനെ കണ്ടില്ലെങ്കിൽ എനിക്കിനി ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. ശരി, നിന്റെ ആഗ്രഹം അങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷേ കിരണിൻ്റെ കയ്യിൽ അവനെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ തീരും. പക്ഷെ അതിനു മുമ്പ് തന്നെ പ്രകാശ, നിന്റെ മകനെ നിന്റെ കൈകൾ കൊണ്ട് തന്നെ തീർക്കണം. കാരണം അത്രയ്ക്കും പാപിയാണ് അവൻ പാപങ്ങൾ ചെയ്തു കൂട്ടുന്നവനാണ്. ആരൊക്കെ നന്നായാലും അവൻ ഈ ജന്മത്ത് നന്നാവാനായിട്ട് പോകുന്നില്ല പ്രകാശ എന്നിങ്ങനെ രാജപ്പണ്ണൻ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോവുകയാണ്. പ്രകാശനാണെങ്കിൽ ഇതെല്ലാം ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനും കൂടി ഇങ്ങനെ വരിക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയുനെയാണ്. അപ്പോൾ സരയു നേരെ കിരണിൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുക. അപ്പോൾ കിരൺ പറയാണ്, സരയു, ഒരു കാര്യം അറിഞ്ഞായിരുന്നു നീ? എന്താ കിരൺ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് വിക്രമില്ലേ, വിക്രം പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്. അവൻ പരോളിൽ ഇറങ്ങി ഇനി എന്തെല്ലാമാണ് കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയുമില്ല. ഇത് കേട്ട് നമ്മുടെ സരയു ആണെങ്കിൽ കിരണെ, അവനെയും വെറുതെ വിടരുത്, അവനെയും കൊന്നു തള്ളണം കിരണെ എന്ന് പറയുമ്പോൾ കിരൺ പറയണം, അങ്ങനെ വെറുതെ ഒരാളെ കൊന്നുള്ളേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മളെ ജീവിക്കാനായിട്ട് അവൻ അനുവദിച്ചില്ലെങ്കിൽ അതിനൊരു തടസ്സമാണ് അവനെങ്കിൽ അന്നേരം കൊന്നാൽ പോരെ, അല്ലാതെ വെറുതെ അവനെ തട്ടിക്കളേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഈ ഗംഗാപ്രസാദ് ആണെങ്കിലും സ്റ്റെഫി ആണെങ്കിലും നമ്മളെ ജീവിക്കാനായിട്ട് അവരനുവദിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ തീർത്തത്. പിന്നെ അതേപോലെ തന്നെ നിൻ്റെ അച്ഛനും അങ്ങനെയാണല്ലോ. നിൻ്റെ അച്ഛൻ കല്യാണിയോട് ചെയ്ത ക്രൂരത എന്താണ്? അപ്പം അതുകൊണ്ടാണ് നിൻ്റെ അച്ഛനും അവിടെ തീർന്നത് എന്ന രീതിയിൽ തന്നെ അവിടെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും സരവിനാകെ കരി വരികയാണ്. അല്ല കിരൺ, എന്നാലും ഇവനെ പോലുള്ളവനെയൊക്കെ ഒന്നും വിശ്വസിക്കാനായിട്ട് പറ്റില്ല. വിക്രമിന് നിന്നെയും കല്യാണിയും ഒന്നും ഒട്ടും ഇഷ്ടമല്ല. നിങ്ങൾക്കാണ് അവൻ ഭീഷണിയായിട്ട് വരുന്നത്. ഞങ്ങൾക്ക് ഭീഷണിയായിട്ട് വന്നാലും അവനൊക്കെ ഞങ്ങൾക്ക് വേറൊരു പുല്ല് തന്നെയാണ്. അതുകൊണ്ട് അവനെയൊന്നും ഞങ്ങൾക്ക് യാതൊരു പേടിയില്ല സരയു.
പിന്നെ അവൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി അവൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് പിടിയൊന്നുമില്ല. പക്ഷേ അതേപോലെ തന്നെ സൂക്ഷിക്കുകയും വേണം. അവൻ എവിടെയാണ് മറിഞ്ഞിരിക്കാൻ പോകുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ലല്ലോ. ഏതായാലും നീ ചെല്ല് സരയു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി കിരൺ എന്ന് പറഞ്ഞുകൊണ്ട് സരി അവിടെ നിന്ന് പോകുമ്പോഴും കിരണൊന്ന് തിരിഞ്ഞ് നോക്കിയാണ്. കാരണം ഇവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ, ഈ വിക്രമും സരയും കൂടി ചേർന്ന് കല്യാണിയെ തീർക്കണമെന്ന്. എങ്ങനെയെങ്കിലും ആ ഒരു സാഹചര്യം ഉണ്ടാക്കി തരാൻ സരയുവിനോടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വൈരാഗ്യത്തോടു കൂടി തന്നെയാണ് സരി അവിടെ കിരണെ നോക്കുന്നത്. അപ്പോൾ കിരണമാണെങ്കിൽ വിക്രത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വിക്രത്തെയാണ്. അപ്പോൾ വിക്രമാണെങ്കിൽ ഏതോ ഒരു തട്ടുകടയിൽ കയറിയിരുന്ന് നല്ല ഫുഡ് അടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രകാശൻ ആ വഴി വരുന്നത്. അപ്പോൾ പ്രകാശൻ ഈ ഒരു കാഴ്ച കാണുകയാണ്. ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിക്രമനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കണം. ഇവനെ എവിടെയാണ് പോകുന്നത്, എന്താണ് സംസാരിക്കുന്നത്, എന്താണ് ഇവൻ്റെ നീക്കം എന്നൊക്കെ അറിഞ്ഞേ മതിയാവുള്ളൂ. അതുകൊണ്ട് ഇവനെ ഫോളോ ചെയ്യണം. അങ്ങനെ വിക്രം അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബൈക്കും എടുത്തിട്ട് നേരെ ഒരു വീട്ടിലേക്ക് കയറിച്ചില്ലേ. അപ്പോൾ അവൻ്റെ കൂട്ടുകാരോട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നീ വന്നോടാ എന്നൊക്കെ പറയാണ്. എടാ ഇതാരുടെ വീടാടാ, ഇതാരുടെ വീട്? ഇത് ഒരു ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരുത്തൻ്റെ വീടാണ്. 3 മാസം കൂടുമ്പോഴേ അവനിവിടെ വരുള്ളൂ. 3 മാസം കൂടുമ്പോൾ അവനിവിടെ വന്ന് വീടുകളൊക്കെ ഒന്ന് നോക്കും. അങ്ങനെ അവൻ പോവുകയും ചെയ്യും. പക്ഷെ അവൻ പോയതൊക്കെ നോക്കി ഞങ്ങൾ ഈ വീട്ടിൽ കയറും. എന്നിട്ട് ഇവിടെ അടിച്ച് പൊളിച്ച് അങ്ങോട്ട് ജീവിക്കും. പിന്നെ ഞങ്ങൾ പോകാൻ നേരത്തെ ഈ വീടെല്ലാം നല്ല ക്ലീൻ വൃത്തിയാക്കിയിട്ട് ഞങ്ങളിവിടെ നിന്ന് പോകുള്ളൂ. അപ്പോൾ അയാൾക്ക് വരുമ്പോൾ സംശയങ്ങളൊന്നും തോന്നൂല. പിന്നെ അയാൾ ഒരു കഞ്ച പിശുക്കനാടാ. 10 പൈസ പോലും വെക്കാതെ അയാൾ ഇവിടെ നിന്ന് പോകുന്നത്. അതുകൊണ്ട് പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വിക്രം പറയണ പൈസ വെക്കാതെ പോയത് നന്നായല്ലേ. ഏതായാലും അങ്ങനെയായിരുന്നു നിങ്ങൾ ആ പൈസ എടുക്കും. ആ പൈസ എങ്ങനെയാ പോയെന്ന് പിന്നെ അന്വേഷണം വരും. പിന്നെ അതൊരു കളവായി, പിന്നെ അയാൾക്ക് സംശയമായി, പിന്നെ അയാൾ വീട് അങ്ങനെ വിട്ടിട്ട് പോകില്ലല്ലോ. അത് നീ പറഞ്ഞ സത്യം തന്നെയാണ്. അപ്പോഴേക്കും പ്രകാശൻ ആ വഴി വരികയാണ്. പ്രകാശൻ ആ ഗേറ്റിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുക. ഇവൻ എന്താ സംസാരിക്കുന്ന അറിയാൻ വേണ്ടി. പക്ഷെ അങ്ങോട്ട് വ്യക്തമായിട്ട് അങ്ങോട്ട് കേൾക്കുന്നില്ല നമ്മുടെ പ്രകാശന്. അങ്ങനെ വിക്രമ പറയാണ്, അല്ലടാ നീയൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ താമസമാക്കിയത്? നിങ്ങളുടെ താക്കോലുണ്ട്. പിന്നെ അല്ലാതെ ഇത് കണ്ടോ, ഡ്യൂപ്ലിക്കേറ്റ് താക്കോല ഇത്. എടാ ഇതൊക്കെ കൊണ്ട് ഞങ്ങൾ അകത്തേക്ക് കയറുമല്ലോ. എടാ ഇനി ഈ വീട് നീ താമസിച്ചോ. നിന്റെ പരോള് കഴിയുന്നവരെ നിനക്ക് ഇവിടെ അടിച്ച് പൊളിച്ച് ജീവിക്കാം എന്നൊക്കെ പറയാണ്. എടാ അത് വലിയ പ്രശ്നമാവോ? ഒരു പ്രശ്നമാവില്ലടാ. നിനക്ക് വേണ്ട വിധത്തിലുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരും. ഇനി എന്ത് പ്രശ്നമാകാൻ പോകുന്നു? ഒരു പ്രശ്നവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. നീ സന്തോഷത്തോടെ അടിച്ച് പൊളിച്ച് ഇവിടെ ജീവിച്ചിട്ട് നീ പരോളം കഴിഞ്ഞ് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനിവിടെ വന്നതിന് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അറിയാലോ, എൻ്റെ ജീവിതം തകർത്തവർ കല്യാണിയും കാർത്തികയൊക്കെ കൂടി തന്നെയാണ് എൻ്റെ ജീവിതം തകർത്തത്. ആ കല്യാണിയെ എനിക്ക് തീർക്കണം. എടാ നീ കല്യാണിയെ തീർക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നിന്റെ അളിയനില്ലേ, അവൻ നിസ്സാരക്കാരനല്ല, ജഗജില്ലാടിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവൻ ആരായാലും എനിക്കെന്താ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി തന്നെ ഞാൻ വന്നത്. കല്യാണിയെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ പരം ഒന്നും എനിക്ക് നേടാനില്ല ഇനി. പിന്നെ എന്നെ എന്ത് ചെയ്താലും എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ എന്നെ ജീവിക്കാൻ അനുവദിക്കാത്ത അവളെ എനിക്ക് തീർക്കണം. അതിനു വേണ്ടി തന്നെയാണ് പരോള് കൊടുത്ത് ഞാനിവിടെ ഇറങ്ങിയത്. ഇപ്പം എനിക്ക് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് അടുത്ത പരോള് വരെ കാത്തിരിക്കേണ്ടി വരും. അതിനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. ഈ ഒരു അവസരത്തിൽ തന്നെ അവൾ എനിക്ക് തീർക്കണമെന്ന് പറയണം. ഏതായാലും നിൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടേടാ. എല്ലാം നടക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നീ ഈ വീട്ടിൽ താമസിച്ചോ. ഇനി ഇതിൽ കൂടുതൽ എനിക്കത് പറയാനില്ല വിക്രം. ഇത് കേട്ടപ്പോഴേക്കും അല്ല എടാ ഫുഡിൻ്റെ കാര്യമൊക്കെ എന്താടാ, ഭക്ഷണം ഇവിടെ വെക്കാനും പിടിക്കാനൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്ന് ചോദിച്ചപ്പോഴേക്കിടെ അതെല്ലാം ഞങ്ങൾ എത്തിച്ചെന്നോളാം. നിനക്ക് ഒരു കുറവും സംഭവിക്കില്ല. നിനക്ക് ഭക്ഷണത്തിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ ഉണ്ടാക്കി തന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശിന് ഈ കൂട്ടുകാർ ഇറങ്ങുന്നതിന് മുന്നേ പ്രകാശിനടുത്ത് വണ്ടി ഒറ്റ പോക്കാണ്. പിന്നീട് നമ്മുടെ കല്യാണിയെ കാണിക്കേണ്ട കല്യാണിക്ക് മരുന്നും വെള്ളമൊക്കെ കൊടുക്കുകയാണ് കാദംബരി. അപ്പോൾ കല്യാണി ചോദിക്കുകയാണ്, ചേച്ചി അച്ഛൻ കുറേ നേരമല്ലേ ചേച്ചി പോയിട്ട്, അച്ഛനിത് എവിടെ പോയതാ? ഓർത്തിട്ട് ആകെ ടെൻഷൻ തോന്നുന്നു. ആ വിക്രമാണെങ്കിൽ പരോളിന് ഇറങ്ങിയിരിക്കുകയാണല്ലോ. വിക്രം ഇനി അച്ഛൻ എന്തെങ്കിലും ചെയ്യുമെന്നാണ് എനിക്ക് പേടിക്കേ. അവൻ അച്ഛനെന്ന് അങ്ങനെ ചെയ്യാനായിട്ടൊന്നും പോകുന്നില്ല. അവനങ്ങനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതൊക്കെ ചേച്ചിട്ട് വെറും തോന്നല. അങ്ങനെ ചെയ്യരുതെന്നും പറയാനായിട്ട് പറ്റില്ല. കാരണം എന്നോട് ദേഷ്യമുള്ളത് പോലെ തന്നെ ഇപ്പം അച്ഛനോടും ദേഷ്യമുണ്ട്. എൻ്റെ കൂടെ കൂടിയിരിക്കുകയല്ലേ അച്ഛൻ. അതുകൊണ്ട്
അച്ഛനോടും വിക്രമന് ദേഷ്യമുണ്ട്. ഓ, അവന് കൈ കെട്ടിക്കഴിഞ്ഞെങ്കിൽ ഏതാണ്ട് കിരൺ തന്നെ ആ വിക്രമിനെ കൊല്ലുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവൻ ചത്താൽ മതിയായിരുന്നു, അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, അല്ലെങ്കിലും അവൻ ജീവിച്ചിരിക്കണം എന്ന് ആർക്കാണ് ചേച്ചി ആഗ്രഹം? എൻ്റെ അമ്മയെ അവൻ ഇല്ലാതാക്കി. മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയെ കാണാനായിട്ടൊരു നോക്ക് പോലും വന്നില്ല. ഒരാൺതരിയല്ലേ ഉള്ളൂ. അമ്മയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യേണ്ടത് ഇവനാണ്, എന്നിട്ട് പോലും ചെയ്തില്ല. കോടതിയിൽ വെച്ച് അമ്മയെക്കുറിച്ച് എന്തെല്ലാം അനാവശ്യങ്ങളാണ് അവൻ പറഞ്ഞു കൂട്ടിയത്. അതുകൊണ്ട് അവനെ പോലുള്ളവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് വല്ലാത്തൊരു മോശം തന്നെ. അവനെക്കുറിച്ച് ഓർക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല, ഞാൻ അവനെക്കുറിച്ച് ഓർക്കാറ് പോലുമില്ല എന്നൊക്കെ കല്യാണി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രകാശം വരുന്നത്. അപ്പോൾ പ്രകാശം വരുന്നുണ്ട് കഴിഞ്ഞപ്പോഴേക്കും കല്യാണി അങ്ങോട്ട് ഓടി ചെന്നിട്ട് അച്ഛനിത് എവിടെയായിരുന്നു അച്ഛൻ അറിയാലോ വിക്രമൊക്കെ പരവളിൽ ഇറങ്ങിയിട്ടുള്ള കാര്യം. എന്നിട്ട് അച്ഛൻ വിക്രമിനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, കണ്ടില്ല. അവനെ കാണണം എന്നൊറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പോയത്. പക്ഷെ അവനെ എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല എന്ന് പ്രകാശൻ അവിടെ കള്ളം പറയുകയാണ് നമ്മുടെ കല്യാണിയോട്. അച്ഛ വേണ്ട അച്ഛ, അച്ഛൻ ഇനി പുറത്തേക്കൊന്നും ഇറങ്ങണ്ട അച്ഛ, അത് വല്ലാത്തൊരു പ്രശ്നമാവും. ആ വിക്രമാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് നടക്കുന്നവനാണ്. അവൻ അച്ഛനെ എന്തെങ്കിലും ചെയ്യും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അച്ഛ എന്ന് പറയാണ്. മോളെ, എന്നെക്കുറിച്ച് ഓർത്ത് എന്തിനാ മോളെ പേടിക്കുന്നത്? എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് ഓർത്തും പിന്നെ കാർത്തിയെക്കുറിച്ച് ഓർത്തിട്ടാ പേടി. നിങ്ങളെന്തെങ്കിലും ചെയ്യുമെന്നുള്ളൊരു പേടി എൻ്റെ മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് കല്യാണി നിന്നെയും കാർത്തിയെയും അവൻ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കും അച്ഛ. അവൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ അവൻ്റെ അടവൊന്നും നമ്മളുടെ അടുത്ത് പോകില്ല അച്ഛ. കിരണേട്ടൻ എല്ലാ കാര്യത്തിലും മുൻകൈ എടുത്ത് ഇറങ്ങിയിട്ടുണ്ടല്ലോ മോളെ. നീ യാതൊരു കാരണവശാലും പുറത്തിറങ്ങരുത്. നിനക്ക് ഒന്നാമത് തന്നെ സുഖമില്ലാത്തതാണ്. ആ സമയത്ത് വേണ്ട, അവൻ്റെ കൺമുന്നിൽ പോയൊന്നും പെടേണ്ട ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുക തന്നെ ചെയ്യണം. ഇല്ല അച്ഛാ, അച്ഛൻ എൻ്റെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട. അങ്ങനെ പ്രകാശൻ അവിടെ നിന്ന് പോവുക. അപ്പോൾ സരീവിനെ കാണിക്കുകയാണ്. അപ്പോൾ സരീവിനെ നമ്മുടെ വിക്രം വിളിക്കുക. അപ്പോൾ ഇത് ഏതാണ് ഈ നമ്പർ എന്നറിയാതെ നമ്മുടെ സരീവ് കോൾ എടുക്കുകയാണ്. ആ സരീവ് എന്ന് പറയുന്നത്, നീ എന്തിനാണ് എന്നെ വിളിച്ചത്? അത് പിന്നെ നിന്നെ വിളിക്കണം തോന്നി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ ഫോൺ വിളിക്കരുതെന്ന്? വിളിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നം. പക്ഷേ സരീവ്, നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫോണാണ്, അവനിവിടെ വെച്ചിട്ട് പോയി. ആ ഫോണിൽ നിന്നാണ് നിന്നെ ഞാൻ വിളിച്ചത്. പിന്നെ എനിക്കൊരു 5-6 ഫോണുണ്ട്. പിന്നെ നീ പേടിക്കണ്ട, നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ബാറ്ററിയും സിമ്മൊക്കെ ഞാനങ്ങോട്ട് ഉപേക്ഷിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ നീ പിടിക്കപ്പെടാനൊന്നും പോകുന്നില്ല. ഇപ്പം നീ എന്തിനാണ് വിക്രം വിളിച്ചത് എന്ന് ചോദിക്കുകയാണ്. എടി, നീ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി തന്നെയാണ്. നീ എന്നോട് കുറേ ആവശ്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. ഞാൻ ആലോചിക്കുകയാണ്, ഈ കിരണൻ നിന്നോട് ഒരുപാട് ദ്രോഹം ചെയ്തല്ലേ, നിന്റെ അച്ഛനെ കൊന്നതല്ലേ കിരൺ. എന്നിട്ട് ആ കിരണിനെ കല്യാണം കഴിക്കാനായിട്ട് നീ എന്തിനാ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അതിനോടുള്ള പ്രതികാരമാണെന്ന് കൂട്ടിയാൽ മതി. കാരണം അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, അവൻ ജീവനെ പോലെ കാണുന്നത് അവൻ്റെ കല്യാണിയാണ്. അപ്പോൾ ആ കല്യാണി തീർന്നു കഴിഞ്ഞാൽ അവൻ എത്രമാത്രം വേദനിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എൻ്റെ അച്ഛനെ കൊന്നതിനുള്ള പ്രതികാരം അതായില്ലേ. പിന്നീട് കല്യാണി ഇല്ലാത്ത ലൈഫിലേക്ക് എനിക്ക് അവൻ്റെ ആ കല്യാണിയുടെ സ്ഥാനത്തേക്ക് എനിക്ക് കയറി ചെല്ലാലോ അവൻ്റെ ജീവിതത്തിലേക്ക്. അപ്പോൾ അതിന് വേണ്ടി തന്നെയാണ്. രണ്ടുണ്ടല്ലോ ഇപ്പോൾ കാര്യം. കല്യാണി അവസാനിക്കുകയും ചെയ്യും, എനിക്ക് കിരണിൻ്റെ ഭാര്യയായിട്ട് അവൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യാം. ഇതാണ് എൻ്റെ മനസ്സിലെ ലക്ഷ്യം എന്നൊക്കെ നമ്മുടെ സരീവ് പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിക്രമാണല്ല, അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ കല്യാണിയെ കൊല്ലാൻ വേണ്ടി നീ എനിക്കൊരു അവസരം ഒപ്പിച്ച് താ സരീവ്, അതാണല്ലോ വേണ്ടത്. നിന്റെ അച്ഛൻ ചെയ്ത പോലെ മണ്ടത്തരങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. അതെ വിക്രം, ഞാനാണെങ്കിൽ അച്ഛനും ഇതൊരു അവസരം ഉണ്ടാക്കി കൊടുത്താണ്, എന്നിട്ട് അവൾ രക്ഷപ്പെട്ടില്ലേ. ഞാൻ അതാ പറഞ്ഞത്, നിന്റെ അച്ഛനെ കടാരയായിട്ടാണ് പോയത്, പക്ഷെ ഞാൻ പോകുന്നതേ തോക്കായിട്ടായിരിക്കും. തോക്കെടുത്തിട്ട് അവളുടെ തല നോക്കി തന്നെ ഞാൻ ഒറ്റ വെടി പൊട്ടിക്കും. അതോടുകൂടി തന്നെ കല്യാണിയുടെ ചാപ്റ്റർ ക്ലോസ് എന്ന് വിക്രം പറയാം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സരീവിന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. കാരണം അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കിരണിൻ്റെ ജീവിതത്തിലേക്കൊക്കെ സരീവിന് കയറി ചെല്ലാലോ. ആ ഒരു സന്തോഷത്തിലാണ് നമ്മുടെ സരീവ് നിൽക്കുന്നത്. പിന്നെ അന്ന് രക്ഷപ്പെട്ടത് കിരൺ അവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ കിരൺ ഇല്ലായിരുന്നെങ്കിൽ കല്യാണി മരിച്ചാനായിരുന്നു. ഇനി ആ കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വിക്രം. അത് ശരിയാണ്. ഏതായാലും നീ ഒരു കാര്യം ചെയ്യ്, എങ്ങനെയെങ്കിലും ആ കല്യാണിയെ എൻ്റെ മുന്നിൽ എത്തിച്ചതാ, ഞാൻ അവളെ തലക്കെട്ട് വെടിവെച്ചോളാം എന്നൊക്കെ പറയുകയാണ്. ശരിയടാ, എങ്കിൽ പിന്നെ ഇത്രയും സമയം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കാം. അങ്ങനെ ഫോൺ വെച്ചിട്ട് നമ്മുടെ സരീവ് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദാ നിൽക്കുന്നു താരയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരീവ് പേടിച്ചു പോയി. നിങ്ങളെന്തെങ്കിലും കേട്ടോ? നിങ്ങളെന്തെങ്കിലും കേട്ടോന്ന് ചോദിച്ചത്. ഇല്ല എന്നൊക്കെ താര അവിടെ പറയുകയാണ്. ഇനിയിപ്പോൾ കേട്ടാലും നിങ്ങൾ മിണ്ടാതിരുന്നോളാം, എൻ്റെ പക്ഷത്ത് വേണം നിൽക്കാനായിട്ട്.
നിങ്ങളിപ്പോൾ എൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണമൊന്നും കഴിക്കാറില്ലല്ലോ. മനസ്സിന് ഭയങ്കര വേദനയാണല്ലേ, കുറ്റബോധമാണല്ലേ, അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഭക്ഷണം കഴിക്കാത്തത്. പക്ഷേ നിങ്ങൾ ഭക്ഷണം കഴിക്കണം. നിങ്ങൾ എൻ്റെയാണ് അമ്മ, അല്ലാതെ മറ്റുള്ളവരുടെ അല്ല. നിങ്ങൾ എനിക്ക് വേണ്ടിയാണ് എല്ലാ കാര്യത്തിനും കൂട്ടു നിൽക്കേണ്ടത്. മറ്റുള്ളവരുടെ കാര്യത്തിന് കൂട്ടു നിൽക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ നമ്മുടെ താര ചോദിക്കുകയാണ്, ആരോടാ സംസാരിച്ചതെന്ന്. ഓഹോ, അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞെന്താ, സംസാരിച്ചൊന്നും കേട്ടില്ലെന്നല്ലേ? പിന്നെന്തിപ്പം ഇങ്ങനെ ചോദിക്കുന്നത്? നിങ്ങൾ കള്ളം പറയാൻ നിൽക്കരുത്. നിങ്ങൾ എന്താ കേട്ടത്? ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടായിരുന്നോ? ഇല്ല, ആരോടൊക്കെ സംസാരിക്കുന്ന പോലെ ചെറിയൊരു അനക്കം പോലെ കേട്ടു, അതിലാണ്ട് വ്യക്തമായിട്ട് കേട്ടില്ല എന്നൊക്കെ താരിങ്ങനെ ആംഗ്യം കൊണ്ട് കാണിക്കണം. നന്നായി, ഇനി അഥവാ കേട്ടാലും മിണ്ടാതിരുന്നോളാം. അല്ലെങ്കിൽ അമ്മയാണെന്നത് ഞാൻ വിചാരിക്കില്ല. നിങ്ങൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് എൻ്റെ മുഖം കാണുന്നത്. ഇനി സരയൊരു കാര്യം മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ മുഖം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയില്ല. പറഞ്ഞ മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരി അവിടെ നിന്ന് പോവുകയാണ്. താരയാണെങ്കിൽ ആകെ പെട്ടു എന്നൊരവസ്ഥയിലായി പോവുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.